ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബോൺലെസ് അല്ല, എല്ലാ പീസസും വരുന്ന 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറവായിരിക്കും. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ ഒരു കോട്ടിങ്, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കോട്ടിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ഏറ്റവും നല്ലത് കുറച്ച് നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലത്, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി അങ്ങനെ വെക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് കളർ വേണമെങ്കിൽ, ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അത് സമയമില്ലാത്തവരാണെങ്കിൽ അതുപോലെ ഫ്രൈ ചെയ്താലും മതി. ഞാനിവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ ഒരു പിക്കർ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ അല്ല, നന്നായിട്ട് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലോട്ട് ഇത് മാറി വരണം. അത്രയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ഇത് കൂടുതലൊന്നും കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ വേവുന്നതിനനുസരിച്ച് തന്നെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമ്മൾ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി വരുമ്പോൾ നെക്സ്റ്റ് ഭാഗം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. സൈഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്ത് 2 ഭാഗങ്ങളും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ ഞാനെടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഇട്ട് കൊടുത്തിട്ട് അതും നല്ല പോലെ ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഈ സെയിം ഓയിൽ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കാം. അതല്ല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റിയാലും മതി കേട്ടോ. എന്നിട്ട് ഈ ഓയിലിലോട്ട് തന്നെ നമ്മൾ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഒന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്തതാണെങ്കിൽ 1 or 2 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകം പൊടിച്ചതാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകൾ ചേർത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 2 ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം തന്നെ ഗ്രീൻ ചില്ലി സോസും അതുപോലെ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി വേണം. ഈ ചിക്കനൊന്ന് അതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ട അത്രയും ഗ്രേവി വേണം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റ ഡ്രൈ ആയി പോകും. ഈ ഒരു ഗ്രേവി ഒന്നും ഈ ചിക്കനിലോട്ടൊന്ന് കോട്ട് ചെയ്ത് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ഹാഫ് ലെമൺ എന്ന് പറയുന്നത് ഹാഫിൻ്റെയും പകുതിയായിട്ട് നമ്മളൊരു ലെമണിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ബൗളിലോട്ട് മാറ്റി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തിൻ്റെ കൂടെയാണെങ്കിലും, പൊറോട്ടയാണെങ്കിലും അതുപോലെ ചപ്പാത്തി ആണെങ്കിലും അപ്പമാണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. മാത്രമല്ല നല്ല അത്യാവശ്യത്തിന് സ്പൈസിയും ജ്യൂസിയും കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി, ചിക്കൻ ചില്ലിയുടെ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണേ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.